ഓ എത്ര നാൾക്ക് ശേഷം ഒന്നിങ്ങനെ ഇരുന്ന് സന്തോഷത്തോടെ കാര്യം പറയാൻ തോന്നി അല്ലേ? ഞാൻ ഓർക്കാറുണ്ട്, പക്ഷെ ഫ്രീ ആയിട്ട് സമയം കിട്ടണ്ടേ. ഇന്ന് 950, നാളെ 800, മറ്റേനാളിൽ 1200. എല്ലാന്റെയും മുത്തൂറ്റി ഇസാഫിന്റെ അടവുണ്ടായിരുന്നു. ഇതൊക്കെ ഒറ്റ ദിവസത്തെ സന്തോഷവും 104 ആഴ്ചത്തെ വിഷമമാണ്. അതിൽ 2 എണ്ണം തീരാറായി, ഇനി 32 അടവൂടെ ഉള്ളു. ആ 32 അടവ് വരെ പണി ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാകുമെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അമ്മ ഇതിലേക്ക് പോകുന്നു. ഒന്നുമല്ല, കല്യാണത്തിന് മുന്നേ ഒരു കൂട്ടുകാരിയില്ലായിരുന്നോ, ഒരു ബെസ്റ്റ് ഫ്രണ്ട്? ആദ്യം ഒരു ഡ്രോൺ വിട്ട് കുറച്ച് കഴിയുമ്പോ മിസൈൽ വിടാനാ. എന്താ? അല്ല, അത് ഞാൻ എപ്പ പറഞ്ഞു? നിങ്ങൾ കല്യാണത്തിന്റെ അന്ന് രാത്രി പറഞ്ഞില്ലയോ? ഓ അത് അതിപ്പോ ഒരു 10 വർഷം കഴിഞ്ഞില്ലേ പറഞ്ഞിട്ട്. എനിക്കത് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. നിനക്കും ഉണ്ടായിരുന്നല്ലോ കല്യാണത്തിന് മുൻപ് ഒരു ബെസ്റ്റ് ഫ്രണ്ട്, മഹേഷോ എന്തോ അതിന്റെ പേര്. അത് ഞാൻ സമ്മതിച്ചിട്ട് 2 വർഷമായില്ലയോ? 8 വർഷം നിരന്തരം ചോദിച്ചപ്പോ. ആ കൂട്ടുകാർക്ക് ഇപ്പൊ വല്ല ജോലി വല്ലതും ഉണ്ടോ? ഇത് നിയന്ത്രണ രേഖയും കടന്നുള്ള ആക്രമണം. ഓ അതൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കുറെ വർഷങ്ങളായില്ലയോ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ. നിന്റെ ആ കൂട്ടുകാരന്റെ ജോലി വല്ലതും ആയോ? അവൻ ദുബായല്ലേ, അപ്പൊ 2 ദിവസം അവധിക്ക് വന്നേ ഉള്ളു. കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. നിങ്ങളുടെ ആ കൂട്ടുകാരിക്ക് ജോലി വല്ലതും ആയോന്നോ, എവിടാന്നോ ഒന്ന് തിരക്കേക്കാവോ? അതിനേക്കാൾ നല്ലതേ ഈ സൂപ്പർ മാർക്കറ്റിലോ പെട്രോൾ പമ്പിലോ തുണിക്കടയിലോ നിനക്കൊരു ജോലി സംഘടിപ്പിച്ചു തരുന്നതാ. എന്താ? എടി, ജോലിയും കൂലിയും ഇല്ലാതെ ഈ തീറ്റയും കുടിയും ഉറക്കവും മാത്രമാകുമ്പോഴേ നമ്മുടെ എല്ലിൻ്റെ ഇടയ്ക്ക് ഒരു കുത്തലുണ്ടാവും. അന്നേരം ഇങ്ങനെയുള്ള സോക്കടൊക്കെ തോന്നും. ഒരു ചെറിയ ജോലി കിട്ടിയാൽ നിനക്ക് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കിടക്കുവായോ?